ബാങ്കിങ് വൺസ് അഗൈൻ ആസ് ഐ പ്രോമിസ്ഡ് ഇംഗ്ലീഷിന്റെ ബാക്കി ട്രിക്സും ടിപ്സും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും എത്തി. ഇത് ആക്ച്വലി സീരീസ് പോലെ തുടർന്നാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ എങ്ങനെയൊക്കെയാണ് ഓരോ ഗ്രാമർ പഠിപ്പ് വൊക്കാബ് ആവട്ടെ, നമ്മുടെ റീഡിംഗ് കോംപ്രഹെൻഷൻ ആവട്ടെ, അല്ലെങ്കിൽ എറർ ഡിറ്റക്ഷൻ ആവട്ടെ, ഇതിന്റെയൊക്കെ സിമ്പിൾ ആയിട്ട് നെഗറ്റീവ് മാർക്കിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചില ട്രിക്സുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് കണ്ടതിൽ സന്തോഷം. പിന്നെ അതിനുശേഷം നമ്മൾ ക്ലോസ് ടെസ്റ്റിന്റെ കുറച്ച് റൂൾസ്, ഏറ്റവും സിമ്പിൾ ആയിട്ട് ക്ലോസ് ടെസ്റ്റ് ക്രാക്ക് ചെയ്യാനുള്ള റൂൾസ് ഞാൻ പറഞ്ഞിരുന്നു. അതിന് ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞു ഒരു തേർഡ് സീക്രട്ട് റൂൾ ഉണ്ട് ക്ലോസ് ടെസ്റ്റിൽ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലോസ് ടെസ്റ്റിലെ ആ തേർഡ് സീക്രട്ട് റൂൾ എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, സോ ദാറ്റ് നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ ആദ്യം നിങ്ങൾക്ക് തന്നെ അറിയാനായിട്ട് സാധിക്കും. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് ആള് സീക്രട്ട് റൂൾ എന്നറിയപ്പെടുന്ന ക്ലോസ് ടെസ്റ്റ് നിസ്സാരമായി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന റൂളാണ്. അതായത് വേർഡ് ലിങ്കിങ് സ്ട്രാറ്റജി എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ദ സീക്രട്ട് റൂൾ വേർഡ് ലിങ്കിങ് സ്ട്രാറ്റജി. വേർഡ് ലിങ്കിങ് WLS എന്ന് നമ്മൾ ഇതിനെ ചുരുക്കി പറയാറുണ്ട്. WLS ഇറ്റ്സ് എ വേർഡ് ലിങ്കിങ് സ്ട്രാറ്റജി എന്ന് പറയും. ക്ലോസ് ടെസ്റ്റിലെ മെയിൻ സ്ട്രാറ്റജിയാണ്. The rule is all about using connectors and word relation to choose the right option. കണക്ടേഴ്സും വേർഡ് റിലേഷൻസും ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കറക്റ്റ് ആൻസറിലേക്ക് എത്താം. ഫോർ എക്സാമ്പിൾ, സിനോണിംസും റിലേറ്റഡ് വേർഡ്സും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. ഇപ്പൊ നമ്മുടെ ഓപ്ഷനിൽ കുറെ വേർഡ്സ് നമുക്ക് ഉണ്ടാവും. അപ്പൊ തന്നിരിക്കുന്ന അവിടെ വരാൻ സാധ്യതയുള്ള ഒരു എന്താ പറയുക, നമുക്ക് മലയാളത്തിലൊക്കെ പെട്ടെന്ന് ആൻസർ വേർഡ് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് ആൾക്കാരുണ്ട് അല്ലെ. ചിലപ്പോൾ നമ്മൾ തിരിക്കും ഈ മീനിങ് വരുന്ന ഒരു വേർഡാണ് ഇവിടെ വേണ്ടത്. അങ്ങനെ നമുക്ക് അറിയുമ്പോൾ നമുക്ക് ആ മീനിങ് ഉള്ള വേറെ ഏതെങ്കിലും വേർഡ്സ് ഉണ്ടോ എന്ന് നമുക്ക് ചില വേർഡ്സ്, ഇപ്പോൾ ഹാപ്പി എന്നതിന്റെ ഹാപ്പി എന്ന വേർഡ് നമുക്കറിയാം, സന്തോഷം. അപ്പൊ എലൈറ്റഡ് എന്നൊരു വേർഡ് ഉണ്ട്, ആ വേർഡിനും അതേ മീനിങ് ആണ്, സന്തോഷം എന്നാണ്. അപ്പൊ എലൈറ്റഡ് ഹാപ്പിയുടെ സിനണിം ആണ്. സോ എലൈറ്റഡ് ഉപയോഗിക്കാൻ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അതായത് നമ്മൾ മീനിങ് മനസ്സിലാക്കി അതിലൂടെ കുറേ വേർഡ്സ് പഠിക്കുന്ന രീതിയാണ് സിനണിം റിലേറ്റഡ് വേർഡ്സ്. നമ്മൾ സിനണിമിലൂടെ വാക്കുകൾ പഠിക്കുക എന്നുള്ളത്. പിന്നെ ആന്റണിംസ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വേർഡുകൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം റൂട്ട് വേർഡിന്റെ ഒരു സ്ട്രാറ്റജി പറഞ്ഞു, നിങ്ങൾ കണ്ടണം. ബെനിഫിറ്റ്, ബെനോവലൻ, ഇങ്ങനെയുള്ള വാക്കുകൾ ഗുഡ് ടേംസ്, ഗുഡ് ടോൺസിലുള്ള വാക്കുകളാണ്, നല്ലത് എന്നൊരു റൂട്ട് വേർഡിൽ വരുന്ന വാക്കുകളാണെന്ന് പറഞ്ഞു. അതുപോലെ ആന്റണിംസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ കണ്ടുപിടിച്ച് പഠിച്ചു വെക്കാൻ പറ്റും. അപ്പൊ ഒരു വാക്കിന്റെ സിനണിമും ആന്റണിമും അറിഞ്ഞിരുന്നാൽ തന്നെ ഒരുപാട് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കാതെ എങ്ങനെ പഠിക്കും, അത് നമുക്ക് സൈലം റീവ് ഉണ്ട്. എല്ലാ സാറ്റർഡേയും ഈവനിങ് 6 ആകുമ്പോൾ നിങ്ങൾ സൈലം റീവ് കാണുക. അതിൽ നമ്മൾ ഒരുപാട് വേർഡ്സുകൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ നമ്മൾ ഒരു ബുക്ക് വായിച്ച് അതിലുള്ള വാക്കുകളും സമ്മറിയും കൂടെ ചെയ്യുന്ന പോലെ പോലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സീരീസ്. നിങ്ങൾക്ക് അതിലും ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി കോസ് എഫക്ട് ഓർ കോൺട്രാസ്റ്റ് കണക്ടേഴ്സ്. അതായത് നമുക്ക് എപ്പോഴും ക്ലോസ് ടെസ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഞാൻ ആ പാസേജ് വായിക്കുമ്പോൾ ആ പാസേജിന്റെ ടോൺ, ആ സെന്റൻസിന്റെ ടോൺ, ആ സെന്റൻസിൽ എന്താണ് പറയുന്നതെന്നൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കണ്ട ഒരാൾക്ക് മനസ്സിലാവും, ഓക്കെ നമുക്ക് ഒരു സെന്റൻസ് ഒരാൾ ദേഷ്യത്തിലാണോ, ഒരാൾ സന്തോഷത്തിലാണോ, ഒരാൾ സങ്കടത്തിലാണോ, എന്തിലാണ് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സെന്റൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്, നീഡ് ഓഫ് ദ സെന്റൻസ് എന്താണ്, ആ സെന്റൻസിന്റെ മൂഡ് എന്താണെന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ആ സെന്റൻസ് കോസ് എഫക്റ്റ് ആണോ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് കണക്ടേഴ്സ് ആണ്, കോൺട്രാസ്റ്റ് കാണിക്കുന്ന കണക്ടേഴ്സ് ആണോ വേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ്, ഓൾദോ, ഹൗവർ, ദെയർഫോർ, സോ, വൈൽ, ഡിസ്പൈറ്റ്, യെറ്റ്, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ കുറച്ചുപേരെ ഇവരുടെ യൂസേജ് ഉൾപ്പെടെ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ആ വേർഡ് അവിടെ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 4 ആൾക്കാരെയും മനസ്സിലാക്കിയാൽ സിനണിംസ്, ആന്റണിംസ്, ഈ പറഞ്ഞിരിക്കുന്ന കണക്ടേഴ്സിന്റെ യൂസേഴ്സ്, പിന്നെ കോസ് എഫക്ട് കോൺട്രാക്ട് കണക്ടേഴ്സ് കുറച്ച് പേരുണ്ട്. അങ്ങനെ കുറച്ച് പേരെ നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഇപ്പൊ ഹൈ ഫ്രീക്വൻസി വേർഡ് പഠിക്കുന്ന ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ ഇതും നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾ പറയും മിസ് ഇതൊക്കെ എന്താണെന്നൂടെ പറഞ്ഞാലും ഉറപ്പായിട്ടും പറഞ്ഞാലും അടുത്ത വരാൻ പോകുന്ന ഒരു വീഡിയോയിൽ ഇവരെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദീസ് ടൈനി വേർഡ്സ് ആർ ഗോൾഡ്. ശരിക്കും ഇവര് ഈ കാണുന്ന ആൾക്കാരെ നമുക്ക് എന്തെന്ന് വിളിക്കാം, സ്വർണം. അല്ലെങ്കിൽ ഇപ്പൊ സ്വർണത്തിന് ഭയങ്കരമായിട്ട് വില കൂടിയിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇവര് ഭയങ്കര സ്വർണ്ണമാണെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ബിക്കോസ് ഇവർക്ക് നമ്മുടെ മാർക്ക് കൂട്ടാൻ സാധിക്കും, നെഗറ്റീവ് മാർക്ക് വരാതിരിക്കാൻ ഇവരൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദേ ആർ റിയലി ഗുഡ്. ദെൻ ദേ ടെൽ യു വാട്ട് കൈൻഡ് ഓഫ് വേർഡ് ഷുഡ് കം നെക്സ്റ്റ്. ഓക്കെ, അതായത് എപ്പോഴും സിനണിംസ് നോക്കുക, ആന്റണിംസ് നോക്കുക, കോസ് എഫക്ട് കോൺട്രാക്ട് കണക്ടേഴ്സ് നോക്കുക, ബിക്കോസ്, ഓൾദോ, ഹൗവർ, ദെയർഫോർ, ഇങ്ങനെയുള്ള ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത നമുക്ക് ആരെ കൊടുക്കണം, അല്ലെങ്കിൽ ആരെയായിരിക്കും അവിടെ വേണ്ടതെന്നുള്ള സെന്റൻസിന്റെ മൂഡ് അനുസരിച്ച് വേർഡ് കൊടുക്കാനായിട്ടും കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു സിനണിം ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. The weather was dash, sky was clear and the breeze was gentle. കണ്ടോ, the weather was dash, ആ ഡാഷിന്റെ അവിടെ ഈ കാണുന്ന ഇവിടെ നമ്മൾ ഒരാളെ കൊടുക്കണം. ഓക്കെ, the sky was clear and the breeze was gentle. അവിടെ നമുക്ക് ഓപ്ഷൻ harsh, unpleasant, beautiful, stormy 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ വേർഡ്സ് ചെക്ക് ചെയ്തേ. സ്കൈ ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്, ഒരു പോസിറ്റീവ് ടോൺ ആണ്. ജെന്റിൽ ബ്രീസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാം എന്താണ്,
പോസിറ്റീവ് വാക്കുകളാണ്. അപ്പൊ ഇവിടെ വരേണ്ട ആളും എന്തായിരിക്കും? പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ആരാണ് ആൻസറിലുള്ളത്? ഹാർഷ് പോസിറ്റീവ് ആണോ? അല്ല. അൺപ്ലസന്റ് പോസിറ്റീവ് ആണോ? അല്ല. സ്റ്റോമി പോസിറ്റീവ് ആണോ? അല്ല. ആകെ ഉള്ളത് ബ്യൂട്ടിഫുൾ ആണ്. സോ സി നമ്മുടെ ആൻസർ ഓട്ടോമാറ്റിക്കലി ആയി. ഇതെങ്ങനെ സാധിച്ചു? ഓൾറെഡി സെന്റൻസിലെ മീനിങ് വൈസ് നമ്മൾ പോയി. എല്ലാവരും ഇപ്പം സ്കൈ ക്ലിയർ ആണെന്ന് പറഞ്ഞു, ബ്രീസ് ജെന്റിൽ ആണെന്ന് പറഞ്ഞു, അതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ അവിടെ വരേണ്ടതും എന്തായിരിക്കും? അതേപോലെ പോസിറ്റീവ് മീനിങ്ങിൽ, മീൻസ് സിനോണിം എന്ന് പറഞ്ഞാൽ സിമിലർ മീനിങ്ങിൽ വരുന്ന ഒരാൾ, സിമിലർ ടോണിൽ വരുന്ന ഒരാളാണ് വരേണ്ടത്. അപ്പൊ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി. അങ്ങനെ സിനോണിം ചെയിനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ സിനോണിംസ്, അതായത് ഒരേ മീനിങ്ങിൽ വരുന്ന കുറച്ച് വാക്കുകൾ അറിഞ്ഞിരിക്കുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ക്ലോസ് ടെസ്റ്റ് ക്രാക്ക് ചെയ്യാൻ. ഇനി നോക്കുകയാണെങ്കിൽ കോൺട്രാസ്റ്റ് കണക്ടറിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പൊ വെറുതെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ മിസ്സിന് ഓരോന്നൊക്കെ പറഞ്ഞു പോയാൽ മതി, എക്സാമ്പിൾ ഇല്ലാണ്ട് എങ്ങനെ ഞങ്ങൾ പഠിക്കുക? ആ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ശരിയാക്കി തരും. ഷീ ഈസ് വെരി ടാലന്റഡ്, വളരെ ടാലന്റഡ് ആണ്. ഡാഷ് ഷീ ലാക്സ് ഡിസിപ്ലിൻ, ഭയങ്കര ടാലന്റ് ഒക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് എന്തില്ല? ഡിസിപ്ലിൻ ഇല്ല. ഇവിടെ സിമിലർലി, therefore, however, because. അപ്പൊ കോൺട്രാസ്റ്റ് ആണ് പറയുന്നത്. രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഒന്ന്, അവള് ഭയങ്കര ടാലന്റഡ് ആണ്, അവൾ അടിപൊളി സൂപ്പർ ആണ് അവള്, പക്ഷെ അവൾക്ക് എന്തില്ല? അവൾക്ക് തീരെ ഡിസിപ്ലിൻ ആണ്. അപ്പൊ രണ്ട് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പൊ അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു കണക്ടർ കൊടുക്കണം. കണക്ടറിന്റെ ഓപ്ഷൻസ് ഇതുണ്ട്. അപ്പൊ however ഷോസ് കോൺട്രാസ്റ്റ്, ടാലന്റ് വേഴ്സസ് ലാക്ക് ഓഫ് ഡിസിപ്ലിൻ. however എന്ന് വെച്ചാൽ അവിടെ കോൺട്രാസ്റ്റ് കാണിക്കുന്നു. അതായത് ഒരാൾക്ക് ഭയങ്കരമായി ടാലന്റഡ് എന്ന് പറയുന്നു, അതേസമയം തന്നെ തീരെ ഡിസിപ്ലിൻ ഇല്ലെന്നും പറയുന്നുണ്ട്. സോ ദ ആൻസർ ഇസ് however. If you miss this connector, the sentence would look confusing. Always underline the connector in the sentence. അതായത് നിങ്ങൾ എപ്പോഴും സെന്റൻസ് വായിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ എന്താ പറയാ, പാസേജിനകത്തും കണക്ടേഴ്സ് വരാം. ആ കണക്ടേഴ്സ് വെച്ച് ആ സെന്റൻസ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻ ആണോ, ആ സെന്റൻസ് ഒരു കോൺട്രാസ്റ്റ് റിലേഷൻ ആണോ കാണിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. വായിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണം ഏതൊക്കെ കണക്ടേഴ്സ് ഓൾറെഡി നമ്മുടെ ക്ലോസ് ടെസ്റ്റിന്റെ പാസേജിനകത്ത് ഉണ്ടെന്ന്. ഓക്കെ, ഐ മീൻ സെന്റൻസിലുണ്ടെന്ന് നിങ്ങൾ നോക്കിക്കോളാം. അപ്പൊ ഇവിടെ നമുക്കറിയാം സിമിലർലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപോലെ, അപ്പൊ ഇത് കൊടുക്കാൻ പറ്റില്ല. therefore എന്ന് വെച്ചാൽ നമ്മൾ കൺക്ലൂഡിംഗിൽ പറയുന്നതാണ്. നമ്മൾ പറയില്ലേ therefore, പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ 3 കുത്തിടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. സോ therefore അല്ല. ഇനി ബിക്കോസ് കാരണം കാണിക്കുന്നതാണ്. ഇവിടെ കാരണം ഒന്നും പറയുന്നില്ല. അവൾ ടാലന്റഡ് ആണ്, അവൾക്ക് ഡിസിപ്ലിൻ തീരെയില്ല. അപ്പൊ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുന്നതാണ്. കാരണമായിട്ട് പറയാം, അവൾക്ക് ടാലന്റ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഡിസിപ്ലിൻ ഇല്ലാത്തതെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ കാരണമല്ല. പിന്നെ ആൻസർ നമുക്ക് ആരെ കൊടുക്കാൻ പറ്റൂ? however കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി മൂന്നാമത്തത്, നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. The student was dash in class, however he scored the highest marks. The student was dash in class. സ്റ്റുഡന്റ് ക്ലാസ്സിൽ ഭയങ്കര എന്തോ ആയിരുന്നു, പക്ഷേ he scored the highest marks. പക്ഷെ എന്നിട്ടും അവിടെ however ഉണ്ട്. however എന്ന കണക്ടർ എന്താ കാണിക്കുന്നത്? കോൺട്രാസ്റ്റ് ആണ്. രണ്ട് വ്യത്യസ്തമായ സ്റ്റേറ്റ്മെന്റുകളായിരിക്കണം. രണ്ടാമത്തെ അവൻ എങ്ങനെയായിട്ടോ അവൻ നല്ല മാർക്ക് സ്കോർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ആദ്യത്തിൽ അപ്പൊ അവൻ നല്ല പഠിക്കുന്ന കുട്ടി ആയിരിക്കില്ല എന്നുള്ളൊരു മീനിങ്ങുള്ള വേർഡാണ് വരേണ്ടത്. നമുക്ക് ശരിക്കും മനസ്സിലാവും. കോൺഫിഡന്റ്, ബ്രില്യന്റ്, സൈലന്റ്, ഇൻഅറ്റന്റീവ്. കോൺഫിഡന്റ് ആയിരിക്കില്ല. കോൺഫിഡന്റ് ആണെങ്കിൽ ഇവിടെ however ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം കോൺഫിഡന്റ് ആയ കുട്ടിക്ക് നല്ല ഹയസ്റ്റ് മാർക്ക് ഉണ്ടാവും. പഠിക്കുന്നതിലൊക്കെ അവൻ കോൺഫിഡന്റ് ആണ്, കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇനി ബ്രില്യന്റ്, അവൻ ബ്രില്യന്റ് ആയിട്ട് പഠിക്കും, ഭയങ്കര ഇന്റലിജന്റ് ആണ് എങ്കിൽ അവൻ ഉറപ്പായിട്ട് ഹയസ്റ്റ് സ്കോർ കിട്ടും. അപ്പൊ ഇവിടെ however കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇനി സൈലന്റ്, മിണ്ടാണ്ടിരിക്കുകയാണ്, ബട്ട് അവൻ നന്നായിട്ട് സ്കോർ ചെയ്തു, അത് വേണമെങ്കിൽ പറയാം. അവൻ മിണ്ടാണ്ടൊക്കെ ഇരുന്നിട്ട് പൂച്ച എന്ത് ചെയ്യും, മിണ്ടാപ്പൂച്ച കലമുടയ്ക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേട്ടിട്ടില്ല, അതുപോലെ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഇൻഅറ്റന്റീവ് എന്താ? ഇൻഅറ്റന്റീവ് വളരെ ശ്രദ്ധയൊന്നും ഇല്ല, അവൻ ക്ലാസ്സിലധികം ശ്രദ്ധിക്കാറുണ്ട്, പക്ഷെ അവൻ നല്ല മാർക്കുണ്ട്. അപ്പൊ സൈലന്റോ ഇൻഅറ്റന്റീവോ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ however നമ്മുടെ ഇവിടുത്തെ കോൺട്രാസ്റ്റ് ആണെങ്കിൽ, അത് നമ്മുടെ സെന്റൻസിൽ കോൺട്രാസ്റ്റ് കണക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക എന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ട് റീസൺ അതാണ്. ഓക്കെ, സോ വീണ്ടും നെഗറ്റീവ് വേർഡ്, ആ സ്കോർ ദി ഹയസ്റ്റ് മാർക്ക്. അപ്പൊ അതിന് മുന്നേ വരുന്ന സെൻസിൽ എന്തൊരു നെഗറ്റീവ് ആയിട്ടൊരു കാര്യമാണ് പറയേണ്ടതാണ് ഈ however നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ ഇൻഅറ്റന്റീവ് അല്ലേ കുറച്ചുകൂടെ? മിണ്ടാണ്ടിരിക്കുന്ന ആൾ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അത് കോൺട്രാസ്റ്റ്. ഇത് ഹയസ്റ്റ് സ്കോർ വാങ്ങിച്ചു പറയുമ്പോൾ അവൻ ക്ലാസ്സിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. തീരെ ശ്രദ്ധിക്കാതെ ഒരാൾക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അവൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്നിട്ടും അവൻ മാർക്ക് വാങ്ങിച്ചു. അപ്പൊ അങ്ങനെയാണ് കോൺട്രാസ്റ്റ് അവിടെ കറക്റ്റ് ആവുന്നത്. സോ കണക്ടർ ഗേവ് ദി ക്ലൂ. അപ്പൊ ഇവിടത്തെ ഈ കോൺട്രാസ്റ്റ് കണക്ടർ ആണ് എന്ത് ചെയ്തത്? നമുക്ക് ഇവിടുത്തെ വാക്കിന്റെ ക്ലൂ തന്നത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ഐഡിയ എങ്ങനെയാണ് നമുക്ക് നന്നായിട്ട് പറ്റാം. യൂസ് കോൺടെക്സ്റ്റ് ആൻഡ് ഗ്രാമർ. കോൺടെക്സ്റ്റും ഗ്രാമറും ഒരുപോലെ ഉപയോഗിക്കുക. അതായത് മീനിങ് ശ്രദ്ധിക്കുക, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ടോൺ ആണോ എന്ന് മനസ്സിലാക്കുക. സിനണിം ആണെങ്കിൽ അത് സെന്റൻസ് വായിക്കാൻ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇതിൽ ഒരു സിനണിം ആണ് വേണ്ടത്, തന്നിരിക്കുന്നത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള വേർഡുകളാണ്. അപ്പൊ ഈ വേർഡുകളെ പോലെ പോസിറ്റീവ് ആയിട്ടുള്ള വളരെ സിമിലർ മീനിങ് ഉള്ള ഒരു വേർഡ് വേണം. അപ്പൊ സിനണിം കണക്ടറായി. ഇനി ആന്റണിം ആണെങ്കിലോ ഓക്കെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വേർഡ്, ഈ തന്നിരിക്കുന്ന പോലെ നെഗറ്റീവ് സെൻസിലുള്ള ഒരു വേർഡ് വേണം. അങ്ങനെ നമുക്ക് ആന്റണിംസ് കൊടുക്കാം. ഇനി ഓൾറെഡി ഒരു കോസ് ആൻഡ് എഫക്ട് കണക്ടറോ അല്ലെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് കണക്ടറോ സെന്റൻസിലുണ്ട് ഈ however
ഫോറോ ദെയർഫോറോ ബിക്കോസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മീനിങ് അറിയാം. അതിന്റെ മീനിങ് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇവിടെ വരേണ്ടത് ഒരു നെഗറ്റീവ് വേർഡ് ആണ്, അല്ലെങ്കിൽ ഇവിടെ വരേണ്ടത് ഒരു പോസിറ്റീവ് വേർഡ് ആണ്, ഇവിടെ വരേണ്ടത് ഇങ്ങനെ മീനിങ് വരുന്ന ഒരു വേർഡാണ്. സോ അത് നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ, എലിമിനേഷൻ ടെക്നിക്കിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, സോ കണക്ടർ സിനോണിം റൂൾ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ദിസ് ഇസ് എ തേർഡ് സീക്രട്ട് റൂൾ ഓഫ് ക്ലോസ് ടെസ്റ്റ്. കണക്ടർ ആൻഡ് സിനോണിം റൂൾസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഈ കണക്ടർ ഈ സെന്റൻസിനകത്തുള്ള എവിടെയാണോ ക്ലോസ് ടെസ്റ്റ് ഉപയോഗിക്കേണ്ടത് ആ സെന്റൻസിനകത്തുള്ള കണക്ടറും സിനോണിം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ദെൻ ലിങ്ക് ക്ലൂസ് അക്രോസ് സെന്റൻസ്, ബിൽഡ് എ ചെയിൻ. ഒരു ചെയിൻ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ക്ലൂസുകളെ ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് അല്ലേ? ആദ്യം ചെയ്യുമ്പോൾ എല്ലാം ടൈം കൺസ്യൂമിംഗ് ആണ്. ആദ്യമായിട്ട് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുക്കും റിസൾട്ടിലേക്ക് എത്താൻ. പക്ഷെ പ്രാക്ടീസിലൂടെ ഇവൻച്വലി അത് വളരെ സ്പീഡിലേക്ക് കൊണ്ടെത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, പ്രാക്ടീസ് പാസേജസ് വേർ യു ഹൈലൈറ്റ് ഓൾ കണക്ടേഴ്സ് ബിഫോർ ഫില്ലിംഗ്. എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ തന്നെ അതിലുള്ള കണക്ടേഴ്സിനെ എല്ലാം വരച്ചിടുക. അപ്പൊ ഹൗവർ ഉണ്ട്, ദെയർഫോർ ഉണ്ട്, ബിക്കോസ് ഉണ്ട്. അങ്ങനെ കണക്ടേഴ്സിനെ മുഴുവൻ നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവും ഈ സെന്റൻസിൽ ഇതിന്റെ മീനിങ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഈ സെന്റൻസിൽ ഇതിന്റെ മീനിങ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിലൂടെ ഓപ്ഷൻസിലെ ആൻസറിലേക്ക് പെട്ടെന്ന് എത്താനും നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, യു സ്റ്റാർട്ട് സ്പോട്ടിംഗ് പാറ്റേൺസ് ഫാസ്റ്റ്. അപ്പം ഏതൊരാൾ വന്നാൽ ഏതൊരു വേർഡ് വരും എന്നൊരു പാറ്റേൺ നിങ്ങൾക്ക് പതുക്കെ പ്രാക്ടീസിലൂടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ടിപ്സും ട്രിക്സും വെച്ച് ഇംഗ്ലീഷിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു സീരീസ് തന്നെ ഇതുപോലെ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ക്ലോസ് ടെസ്റ്റ് കഴിഞ്ഞു, ഇനി നമുക്ക് എറർ ഡിറ്റക്ഷനും RC ഒക്കെ ഓരോന്നായിട്ട് വരാം. അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഓൾറെഡി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ബിഗിനർ ആണ്, വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ബാങ്ക് എക്സാം എന്താണെന്ന് അറിയില്ല, ബാങ്ക് എക്സാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പുതുതായിട്ട് ഞങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യുന്ന റെഗുലർ ബാച്ച്, അതായത് RRB PO ക്ലർക്ക് റാങ്കേഴ്സ് ബാച്ച് എന്ന് പേരുള്ള ഈ ബാച്ചിൽ പഠിക്കുന്നവർക്ക് സുഖമായിട്ട് വരാൻ പോകുന്ന IBPS SBI എക്സാംസ് ഒക്കെ എഴുതാൻ പറ്റും. കാരണം ബേസ് മുതൽ അഡ്വാൻസ് വരെ ഇവിടെ കവർ ചെയ്യുന്നതായിരിക്കും. ഏതൊരു ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇവിടെ വന്ന് സുഖമായിട്ട് ബേസ് മുതൽ പഠിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് ഈ ബാച്ച് ഉള്ളത്. ഈ ബാച്ചിന്റെ 6,999 ആണ് ഇതിന്റെ കറക്റ്റ് എമൗണ്ട് വരുന്നത്, ഇതിനൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. നിങ്ങൾക്ക് താഴെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിക്കാം. ഈ കാണുന്ന വീഡിയോയുടെ താഴെ ഗൂഗിൾ ഫോം ഉണ്ട്, അത് ഫിൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇവിടുത്തെ ടീം കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അവരിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും ബാച്ചിനെ കുറിച്ചും കോഴ്സിനെ കുറിച്ചും ഞങ്ങളെ കുറിച്ചും ഒക്കെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോയിൻ. ഇനിയിപ്പോൾ നിങ്ങൾ ഓൾറെഡി പറയും മിസ്സേ ആക്ച്വലി ഞങ്ങൾ കുറച്ച് പഠിച്ചു എത്തി, എക്സാംസ് എഴുതുന്നുണ്ട്, മെയിൻസ് 1 മാർക്കിന് പോവാണ്, അല്ലെങ്കിൽ പ്രിലിംസ് ഒക്കെ 1 മാർക്കിനൊക്കെ പോകണേ, പക്ഷെ നന്നായിട്ട് ബേസ് അറിയാം, പ്രാക്ടീസിന്റെ കുറവുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓടി വന്ന് ജോയിൻ ചെയ്യാം ബാങ്ക് റിപ്പീറ്റേഴ്സ് ബാച്ച്. ഇത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, വീണ്ടും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. റിവിഷൻ പ്രാക്ടീസിലും കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ബാച്ചാണിത്. സോ ഇത് നിങ്ങൾക്ക് ഇപ്പം ജോയിനിങ് പോസിബിൾ ആണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം. ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ ഇതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് 5499 ആണ്. ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഓഫ്ലൈൻ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ കോഴിക്കോട് വന്ന് പഠിക്കാൻ സാധിക്കും. വെസ്റ്റ് ഹിൽ ക്യാമ്പസിലാണ് നമ്മുടെ ക്ലാസ്സസ് നടക്കുന്നത്. ഇപ്പോഴും സീറ്റ്സ് അവൈലബിൾ ആണ്. ഞാൻ ഒരുപാട് കുട്ടികൾ ഡിസ്റ്റൻസിന്റെ കാര്യം പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ തൊട്ടടുത്ത് ഒരുപാട് പല രീതിയിലുള്ള ഹോസ്റ്റൽസും സ്റ്റേസും ഒക്കെ ചുറ്റളവിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വന്ന് പഠിക്കാൻ പറ്റും. ആൻഡ് നിങ്ങൾ എല്ലാവരും വന്ന് ഓഫ്ലൈനിൽ ആ കോമ്പറ്റീറ്റീവ് ഹെൽത്തി കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റ് നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇതിനെക്കുറിച്ച് അറിയാനും ഉറപ്പായിട്ടും ഗൂഗിൾ ഫോം ഫിൽ ചെയ്യണം. ഓക്കെ, ഇനി ഇതിന്റെ അടുത്ത ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്കൊരു ഫ്രീ ഓഫ്ലൈൻ സെഷൻ വരുന്നുണ്ട്. മെയ് 12 തൃശ്ശൂർ ശക്തൻ ക്യാമ്പസിലാണ് നടക്കുന്നതെങ്കിൽ 31 തീയതികളിൽ കൊല്ലത്തുള്ള നമ്മുടെ സൈലം ക്യാമ്പസിലും, ജൂൺ 9 നമ്മുടെ പാലക്കാട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിത് നടത്തുന്നുണ്ട്. അതായത് നമ്മുടെ സൈലത്തിന്റെ ഫ്രീ ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഫ്രീ ടെസ്റ്റ്, ഫ്രീ നമ്മുടെ പ്രാക്ടീസ് സെറ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബിഗിനേഴ്സ് ആണ്, ബാങ്ക് എക്സാമിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് ബാങ്ക് എക്സാമിനെ കുറിച്ച് അറിയാനും ഡീറ്റെയിൽസ് ഡയറക്റ്റ് ഫാക്കൽറ്റിയുമായിട്ട് ഡിസ്കസ് ചെയ്യാനും ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമായി നന്നായി പഠിച്ച് ഒരു ദിവസം കംപ്ലീറ്റ് 100% യൂട്ടിലൈസ് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ മറക്കണ്ട, മെയ് 12 തൃശ്ശൂരിന്, മെയ് 31 ജൂൺ 1 കൊല്ലത്ത്, ജൂൺ 9 നമ്മുടെ പാലക്കാട്. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ മിസ്സേ? അല്ല, ഇനിയും പല സ്ഥലങ്ങളിലായിട്ട് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ഇവിടെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ 100% ആയിട്ട് നിങ്ങൾ 100% നിങ്ങൾ അവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിയിക്കുക. ഉറപ്പായിട്ടും വീണ്ടും ഇതുപോലത്തെ ഫ്രീ ഓഫ്ലൈൻ വർക്ക്ഷോപ്പുകൾ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇതുവരെയും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ജോയിൻ ചെയ്യാത്തവരെ ഇപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലൂടെ ജോയിൻ ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ see you in the next video. Take care. Bye bye.